അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ആയിഷ ബീബി അഭിമാനത്തോടുകൂടി പറയുമായിരുന്നു, ഒരാൾക്കും കിട്ടാത്ത 9 ഭാഗ്യം കിട്ടിയവളാ ആയിഷ. ഒരു പെണ്ണിനും കിട്ടാത്ത, മുത്തുനബിയുടെ ഒരു ഭാര്യമാർക്കും കിട്ടാത്ത 9 ഭാഗ്യം ലഭിച്ചവളാണ് ആയിഷ. ആയിഷ ബീബി അഭിമാനത്തോടുകൂടി പറയുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ആ 9 കാര്യത്തിൽ ഒരു കാര്യം എന്തെന്നറിയോ? ആയിഷ ബീബി തന്റെ സഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, മുത്തുനബി എവിടെ കിടന്നാ മരണപ്പെട്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെ കിടന്നാ വഫാത്തായതെന്നറിയുമോ? ഈ ആയിഷയുടെ മടിത്തട്ടിലാ, ഈ ആയിഷയുടെ മടിത്തട്ടിൽ കിടന്നാ മുത്തുനബി വഫാത്തായത്. പ്രവാചകന്റെ വായ്ക്കുള്ളിലേക്ക്, തൊണ്ടക്കുടിയുടെ താഴേക്ക് അവസാനമായിട്ട് കടന്നു പോയത് സംസം വെള്ളമായിരുന്നില്ല. എന്റെ ഉമ്മനീരാ, എന്റെ ഉമ്മനീരാ എന്ന അഭിമാനത്തോടുകൂടി ആയിഷ ബീബി പറയുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, അങ്ങനെ വരാനുള്ള കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ, പട്ടിണിയാകട്ടെ, ദുരിതമാകട്ടെ, ദുഃഖമാകട്ടെ, വേദനയാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, തന്റെ ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നവളാകണം ഭാര്യ. എന്റെ പ്രിയമുള്ളവരെ, ഈ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, വീടിന്റെ അകത്ത് പട്ടിണി കിടന്ന് ഉറങ്ങുന്ന ഭർത്താവുണ്ടല്ലോ, അവസാനം സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ആയിഷ ബീബിക്ക് വല്ലാത്ത അത്ഭുതമായി. എന്താണ് മുത്തുനബി ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണ് ദുആ ചെയ്യുന്നത്? അവിടുന്ന് ചെന്ന് നോക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, മുത്തുനബി സുജൂദിൽ കിടന്ന് പാതിരാത്രി പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് അവിടുന്ന് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഹയ്യിനി മിസ്കീനാ, اللهم احيني مسكينا وامتني مسكينا. എന്റെ പ്രിയമുള്ളവരെ, പടച്ചവനെ സമ്പത്ത് തരണമെന്നല്ല, ആഡംബരം തരണമെന്നല്ല, അല്ലാഹുവേ, അല്ലാഹുമ്മ ഹയ്യിനി മിസ്കീനാ, ഒരു പാവപ്പെട്ടവനെ പോലെ നീ എന്നെ ജീവിപ്പിക്കണേ തമ്പുരാനെ, ഒരു പാവപ്പെട്ടവനെ പോലെ എന്നെ മരിപ്പിക്കണേ തമ്പുരാനെ, നാളെ പാവപ്പെട്ടവരുടെ കൂടെ എന്നെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ, എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടികെട്ട് നടന്നു പോകുമ്പോ, മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാ നബിയേ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാ നബിയേ ഇങ്ങനെ നടക്കുന്നത്? ഈ കാണുന്ന പർവ്വതമുണ്ടല്ലോ, ഈ ഉഹദ് മലയുണ്ടല്ലോ, കിലോമീറ്ററുകളോളം നീളമുള്ള ഉഹദ് മലയുണ്ടല്ലോ, ഞാൻ സ്വർണമാക്കി തരാ നബിയേ. എവിടെ പോയാലും കൂടെ വരും നബിയേ, അങ്ങെവിടെ പോയാലും പുറകെ ഈ സ്വർണമല നടന്നു വരും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട ജിബ്രീലേ, വേണ്ട ജിബ്രീലേ. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, നാളെ സ്വർഗ്ഗത്തിൽ ആദ്യം കടന്നു പോകുന്നത് പാവപ്പെട്ടവരാണു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറയാ, നബിയെ, ഈ വയറ്റത്ത് കല്ലും വെച്ച് കെട്ടിയിട്ട് എന്തിനാ നടക്കണേ? ഈ വയറ്റത്ത് കല്ലും വെച്ച് കെട്ടിയിട്ട് എന്തിനാ നബിയെ നടക്കണേ? ഈ കാണുന്ന കിലോമീറ്ററുകളോളം നീളമുള്ള ഉഹദ് മല ഞാൻ സ്വർണ്ണ കട്ടയാക്കി തരാൻ നബിയെ, കൊണ്ടുപോ, കൂടെ വരും. ഇങ്ങനെ മുത്ത് നബി പറഞ്ഞു, എനിക്ക് വേണ്ട. കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മോള്, ആ മുത്തുനബിയുടെ പൊന്നാര മകള് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി ഇറങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്നിട്ട് കരയ. പുതിയ പെണ്ണായിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് മണവാട്ടിയെ പോലെ കല്യാണത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുന്നു. സഹാബത്ത് പോയിട്ട് ചോദിച്ചു, എന്തിനാ കരയണേ? സഹാബത്ത്, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് യതീംകുള്ള കുട്ടികളെ കെട്ടിക്കുമ്പോ തന്നെ എന്തൊക്കെയാ ആലോചിക്കുക?
നമ്മളിന്ന് ആലോചിക്കണം, ഓരോ കല്യാണങ്ങളൊക്കെ, പാവപ്പെട്ട കുട്ടികളുടെ കല്യാണങ്ങളൊക്കെ സംഘടനകൾ നടത്തുമ്പോൾ തന്നെ, മഹല്ലുകൾ നടത്തി കൊടുക്കുമ്പോൾ തന്നെ എന്തെല്ലാം മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചു നല്ല നിലയിൽ നടത്തുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് പുതിയ വസ്ത്രവും ധരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുകയാ. സഹാബത്ത് ചോദിച്ചു, എന്തിനാ അബൂബക്കർ തങ്ങളെ കരയണേ? അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരുന്ന ഒരു വസ്ത്രം ധരിച്ചിരുന്നേ. അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് കല്യാണത്തിന് വേണ്ടി പുതിയ പെണ്ണായിട്ട് ഒരുങ്ങി ഇറങ്ങി വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരുന്ന ഒരു വസ്ത്രവും ധരിച്ചിട്ടായി ഇറങ്ങി വരുന്ന ഇത് കണ്ടിട്ടാ സഹാബ ഞാൻ കരഞ്ഞത്. ഇത് കണ്ടിട്ടാ സഹാബ ഞാൻ കരഞ്ഞത്. അങ്ങനെ ഫാത്തിമ ബീവിയെ വളർത്തിയത് കൊണ്ടാ നാളെ ഫാത്തിമ ബീവി സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവായത്. അലിയാര് തങ്ങളുടെ വീടിന്റെ അകത്ത് പട്ടിണിയാണെങ്കിലും പരിവട്ടമാണെങ്കിലും എന്താണെങ്കിലും പരാതിയില്ല, പരിഭവമില്ല. അള്ളാഹുവെ, തന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കാതെ ജീവിക്കാൻ ഫാത്തിമാനെ പഠിപ്പിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പണം അള്ളാഹു തരുന്ന അനുഗ്രഹമാണെന്ന് ഒരിക്കലും കരുതരുത്. അള്ളാഹു പണം തരുന്നത് ഒരു പണി തരുന്നതിന് വേണ്ടിയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകൻ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും അവസാന സ്വർഗത്തിൽ കിടക്കുന്ന നബിയാ സുലൈമാൻ നബി. കാരണം എന്തേ? അള്ളാഹുവെ, ലോകം മുഴുവനും അള്ളാഹു സുലൈമാൻ നബിക്ക് ഒരുപാട് സമ്പത്തും അധികാരവും സർവ്വതും അള്ളാഹു കൊടുത്തു. ആ കൊടുത്തതിന്റെ മുഴുവനും കണക്ക് പറഞ്ഞിട്ട് ഏറ്റവും അവസാനമാ സുലൈമാൻ നബി സ്വർഗത്തിൽ പോകുന്നത്. സഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്ക്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, സഹാബത്തിൽ വെച്ച് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. സാധാരണ സഹാബിയൊന്നുമല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്കണം. അല്ലാഹുവേ, വല്ലാത്ത ചരിത്രമുള്ള സഹാബി. ഏറ്റവും അവസാനം അവിടെ നിന്ന് പറയുന്നു, നടക്കാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ടവരണെ മുത്തുനബി സ്വർഗത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കുമെന്നാണ്. എന്തേ കാരണം? സഹാബികളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. സഹാബത്തിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ചരിത്രം പറയുന്നുണ്ട്. ഒരു ദിവസം വല്ലാത്ത ശബ്ദങ്ങൾ കേട്ടപ്പോ ആയിഷ ബീവി ചോദിച്ചു, എന്താ വല്ലാത്ത ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നല്ലോ? അപ്പൊ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കച്ചവടം കഴിഞ്ഞിട്ട് അതിന്റെ ലാഭം കൊണ്ടുവന്ന് ഇറക്കണ ശബ്ദം കേൾക്കാം. അപ്പഴാ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മുത്തുനബി പറഞ്ഞത് സത്യമാ. ഇത്രേ പറഞ്ഞുള്ളൂ. മുത്തുനബി പറഞ്ഞത് സത്യമാ. ആരോ പറഞ്ഞു കൊടുത്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞു, അള്ളാന്റെ റസൂൽ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഓടി വന്നു ആയിഷ ബീവിയുടെ മുന്നിൽ. ഉമ്മ, എന്തേ ഉമ്മ മുത്തുനബി പറഞ്ഞേ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, എന്നെ കുറിച്ച് മുത്തുനബി പറഞ്ഞ എന്താ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കണ നീയാ. അത് കേട്ട ഉടനെ എന്റെ പ്രിയമുള്ളവരെ, ആ കൊണ്ടുവന്നിരുന്ന ഒട്ടകങ്ങൾക്ക്, എത്രയോ ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള ആ സമ്പാദ്യം മുഴുവനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സദഖ കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അങ്ങനെ കൊടുത്തിട്ട് പോലും ഏറ്റവും അവസാനമാണ് കയറുന്നതെങ്കിൽ പായിപ്പാടുകാരൊക്കെ എന്താകും? അള്ളാഹു നമ്മൾ അച്ഛയ്ക്ക് ദശമൊക്കെ ഉണ്ടായിരിക്കണം. നമ്മളെ കൊണ്ടാലോചിക്കേ, അള്ളാഹുവെ, ആ കൊണ്ടുവന്ന ലാഭം മുഴുവനും കോടിക്കണക്കിന് രൂപ, അത് മുഴുവനും കേട്ട ഉടനെ സദഖ കൊടുത്ത സഹാബി ഏറ്റവും അവസാന സ്വർഗത്തിൽ പോണേ. ഇവിടെ അലമാരിക്കകത്ത് അടുക്കി വെച്ചിരിക്കുന്നവന്റെ ഗതി എന്തായിരിക്കും? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കിടന്ന് 50,000 5000 കൊല്ലം കഴിഞ്ഞിട്ട് പണക്കാരൻ സ്വർഗം കാണൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ നിന്റെ കുടിലിൽ നോക്ക്. നിനക്ക് മനസമാധാനമില്ലെങ്കിൽ അടുത്തവന്റെ വീട്ടിൽ നോക്കാതെ താഴേക്കുള്ളവന്റെ വീട്ടിലേക്ക് നോക്ക്. അള്ളാഹു നിനക്ക് തന്നതുകൊണ്ട് ഭാര്യ പറയും, എ സി ഇല്ല, 2 നിലയില്ല, മോളെ ആമിന ആ കിടക്കണ കുടില് നോക്ക്. പാവം ബംഗാളികളൊക്കെ അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ കിടക്കുന്നില്ല. ആ പാവങ്ങൾ കിടക്കണ ഒരു റൂമിനകത്ത് 10 നീ അത് നോക്ക്. അൽഹംദുലില്ലാ, അത് വെച്ച് നോക്കുമ്പോ അള്ളാഹു നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാ ചെയ്തത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറയുന്നത്, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാതിരിക്കൽ അത് ധിക്കാരമാണ്.
അള്ളാഹു എഴുതിയതല്ലേ നമുക്ക് കിട്ടൂ, അള്ളാഹു തീരുമാനിച്ചതല്ലേ നമുക്ക് കിട്ടൂ. അപ്പൊ നമ്മൾ ആ തീരുമാനം, നമ്മൾ അതിനോട് എതിര് പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനത്തോട് യോജിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ മരണസമയത്ത് കടന്നു വല്ലാതെ കരയുകയാ. ആരാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്? എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം എടുത്തു നോക്ക്. പള്ളിപ്പറമ്പിലെ ഖബർ പോലും ആ മഹാനോട് സംസാരിച്ചു എന്ന് ചരിത്രം പറയുകയാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു സാധാരണ ഒരു മനുഷ്യനല്ല. പള്ളിപ്പറമ്പിൽ ഒരു മയ്യത്ത് ഖബറടക്കാൻ കൊണ്ടുപോയിട്ട് എല്ലാവരോടും പറഞ്ഞു, എല്ലാരും പൊക്കോ, ഞാൻ വരുന്നില്ല, എല്ലാരും പൊക്കോ. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് മഹാനവറുകൾ ഒരു ഖബറിന്റെ ചാരത്ത് പോയി ഇങ്ങനെ ഇരുന്നിട്ട് കരയുകയാ. ആ കരച്ചൽ കണ്ടിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ഖബർ തന്നെ ചോദിച്ചു അത്രേ, എന്തേ മിണ്ടാതിരുന്ന് കരയണേന്ന്. ഖബറിന്റെ ചാരത്ത് ഖബറിന് നാവുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ ഇന്നുവരെ കേട്ടിട്ടുണ്ടോ? ഖബർ സംസാരിക്കും. ഖബറിന് അള്ളാഹു നാവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴൊന്നും നമ്മൾ കേൾക്കൂല. കേൾക്കുന്ന ഒരു സമയമുണ്ട്. ആ ഖബർ നമ്മളോട് സംസാരിക്കുന്ന നമ്മൾ ഇന്ന് ആരും കേൾക്കണില്ല. പക്ഷെ കേൾക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴെന്നറിയോ? ഒരു ദിവസം വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഇവിടെ കൊണ്ടുവരും. വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഇവിടെ കൊണ്ടുവച്ചിട്ട് എല്ലാരും കൂടെ നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് ആ മയ്യത്ത് പതുക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കുമ്പോ ഖബർ സംസാരിക്കുന്നത് നമുക്ക് നല്ലതുപോലെ കേൾക്കാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.